എറണാകുളത്ത് റോഡരികിൽ കിടന്നുറങ്ങിയിരുന്നയാളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ഇന്ന് പുലർച്ചെ കടവന്ത്രയിലായിരുന്നു സംഭവം. പിറവം സ്വദേശി ജോസഫിനെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. തിയോഫിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. തിയോഫിൻ, ഇന്ന് രാവിലെയായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണം? മധുര, ഇന്ന് പുലർച്ചയോടെയാണ് സംഭവം ഉണ്ടായത്. ഇതിൽ പിറവം സ്വദേശിയായ ജോസഫ് എന്നയാൾക്കാണ് പൊള്ളലേറ്റത്. ഒപ്പം ഇയാളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ആൻഡപ്പൻ, കൊച്ചി സ്വദേശി ആൻഡപ്പൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കടവന്ത്ര പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ പ്രതിയുണ്ട്. ഇവർ തമ്മിലുണ്ടായ, അതായത് ഈ പൊള്ളലേറ്റ ജോസഫിൻ്റെ പോക്കറ്റിൽ നിന്നും ഇയാൾ പണമെടുക്കുക, ഇരുവരും റോഡ് സൈഡിൽ കടവന്ത്രയിൽ റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി ഈ ജോസഫിൻ്റെ പോക്കറ്റിൽ നിന്നും ആൻഡപ്പൻ പണമെടുക്കാൻ ശ്രമിച്ചു. ഈ പണമെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇത് കണ്ട് പെട്ടെന്ന് ഈ ജോസഫ് ഞെട്ടി ഉണർന്നത് ഇത് തടയാൻ ശ്രമിക്കുകയും രണ്ടുപേരും തമ്മിൽ തർക്കവും വാക്കേറ്റവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പോയ ഈ ആൻഡപ്പൻ പിന്നീട് പെട്രോളുമായി വന്ന് ഈ പെട്രോൾ ജോസഫിൻ്റെ ദേഹത്ത് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഈ പണം, അതായത് പോക്കറ്റിൽ നിന്ന് പണം കവരാൻ ശ്രമിച്ചത് തടയുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ വാക്കേറ്റം. അതിൻ്റെ വൈരാഗ്യമാണ് ഇയാൾ തീർക്കാൻ ശ്രമിച്ചത്. കൊലപാതക ശ്രമം നടത്തിയത്. പെട്രോൾ ശരീരത്തിൽ ഒഴിച്ച് തീ കൊളുത്തി. ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് ജോസഫിന്. ഇയാളിപ്പോൾ കൊച്ചിയിൽ തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിൽ പ്രതിയായ ആൻഡപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ വേറെയും ഇത്തരത്തിലുള്ള മോഷണ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇയാളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പ്രതി രാത്രി മദ്യലഹരിയിലായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ പ്രതി ഇപ്പോൾ കടവന്ത്ര പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ആൻഡപ്പൻ. ശരി, തിയോഫിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളത്ത് റോഡരികിൽ കിടന്നുറങ്ങിയിരുന്നയാളെയാണ് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. പ്രതി ആൻഡപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോക്കറ്റിൽ നിന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഇത് ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണം.